വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഡേ ഇൻ മൈ ലൈഫാണ്. ഈ വീഡിയോ ഞാൻ 2-3 ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. പക്ഷേ എഡിറ്റ് ചെയ്യാനൊക്കെ കുറേ ലേറ്റ് ആയിപ്പോയത്. കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എന്താ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്നെങ്കിലും അങ്ങ് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ കുറേ കാര്യങ്ങളൊന്നും വീഡിയോയിൽ എടുത്തില്ല. അപ്പോൾ കാശിക്ക് കൊടുക്കാനായിട്ട് ഒരു ഏത്തപ്പഴം ഇതേപോലെ വറുത്തെടുത്തതാണ്. അപ്പോൾ അവന് ഇങ്ങനെ കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. ഇതേപോലെ ആക്കിയെടുത്താൽ കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അത് ഏത്തപ്പഴമൊക്കെ ആയി വന്നിട്ടുണ്ട്. പിന്നെ കുറുക്കും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അമൃതം പൊടിയുടെ കുറുക്കാണ്. അപ്പോൾ അത് ചൂടാറി വരാനായിട്ടൊക്കെ കുറേ താമസം എടുക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഏത്തക്ക ഉണ്ടാക്കിയതാണ്. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് കോഫിയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാനായിട്ട് നോക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെന്നാൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോഴും തന്നെ കിട്ടും. അപ്പോൾ കാശിക്ക് ഏത്തക്ക കൊടുക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി നിന്നതാണ്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഗേറ്റിൻ്റെ അവിടെ റോഡ് സൈഡിലെ അപ്പോൾ അവിടെ പോയി നിന്നതാണ്. മിക്കപ്പോഴും കാശിക്ക് രാവിലത്തെ ഫുഡ് കൊടുക്കുന്നത് അവിടെ നിന്നിട്ടാണ്. അപ്പോൾ നല്ല രസമാണ്. അവിടെ ഇങ്ങനെ വലിയ ആൾക്കാരും വണ്ടികളും ഒന്നും എപ്പോഴും പോകുന്ന റോഡൊന്നുമല്ല. എന്നാലും അവിടെ ഇങ്ങനെ കിളികളും അങ്ങനത്തെ കാക്കയും പൂച്ചയും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചിങ്ങനെ ആഹാരം കൊടുക്കുമ്പം അവനും കഴിക്കാനായിട്ടൊരു ഇതാണ്. അപ്പോൾ ആ ഒരു ഏത്തയ്ക്ക ഫുള്ളൊന്നും അവൻ കഴിക്കത്തില്ല, കുറച്ചേ കഴിക്കത്തുള്ളൂ. എന്നാലും അവിടോട്ട് പോയി നിന്ന് കൊടുത്തതാണ്. അപ്പോൾ സ്കൂൾ ബസ്സൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ മുറ്റം കുറച്ചങ്ങോട്ട് തൂത്ത് വെച്ചപ്പോഴത്തേക്കാണ് കാശി ഉണർന്നത്. പിന്നെ ഞാൻ കാശിക്ക് ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ബാക്കി തൂക്കാനായിട്ടൊക്കെ പോയത്. അപ്പോൾ തലേ ദിവസം നല്ല മഴയായതുകൊണ്ട് തന്നെ വൈകിട്ടൊന്നും മുറ്റം തൂക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റത്ത് ഇഷ്ടം പോലെ കരിയില വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വൈകിട്ട് വരെ തൂക്കാനായിട്ട് ഇട്ടിരുന്ന ഭയങ്കര മുറ്റമൊക്കെ നന്നായിട്ട് വൃത്തികേടായിട്ട് കിടക്കും. അപ്പോൾ രാവിലെ തന്നെ മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ സൈഡും തൂക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ഒരുപാട് തൂത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ ഇങ്ങനെ തൂത്തുകൊണ്ട് ബാക്ക് സൈഡിലോട്ട് വരെ പോകാനായിട്ട് പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സൈഡിൽ ഇങ്ങനെ ഒരുപാട് കരിയിലാവുന്നത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് പിന്നെ ചാക്ക് വെച്ചിട്ട് കോരി വീടിൻ്റെ ബാക്ക് സൈഡിലോട്ട് കൊണ്ട് ഇടുവാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഒരു സൈഡിലൊക്കെ നന്നായിട്ട് കരിയില ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സൈഡൊന്നും തൂക്കുന്ന ഞാൻ വീഡിയോ എടുത്തില്ല, മിക്കപ്പോഴും കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാ സൈഡിലൊന്നും തൂക്കുന്ന എടുത്തില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ഒരു ഹെയർ പാക്കിൻ്റെ ഒരു ഇത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു പാക്കാണ് ഇടുന്നത്. നല്ല അടിപൊളി ഒരു പാക്കാണ്. അപ്പോൾ അത് വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടങ്ങ് ചകിരി പോലെ ആവും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഞാൻ ഹെയർ പാക്ക് ഇടാറുണ്ട്. എനിക്കിങ്ങനെ എപ്പോഴും ഹെയർ പാക്ക് ഇടുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. കാരണം ഇങ്ങനെ മുടിയിലൊക്കെ ഇങ്ങനെ ഫേസ് പാക്ക് പിന്നെയും കുഴപ്പമില്ല, ഹെയർ പാക്ക് എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടമല്ല. അല്ലെങ്കിൽ തന്നെ മാസത്തിലൊരു 2 വട്ടം ഹെയർ പാക്ക് ഇടുന്നത് നല്ലതാണ്. പക്ഷേ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരുമാതിരി ചകിരി പോലെ ആവത്തില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ പിന്നെ ഹെയർ പാക്ക് ഇടുന്നത്. അപ്പോൾ അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് മുടി നന്നായിട്ട് അങ്ങ് സ്മൂത്ത് ആവും. അപ്പോൾ ആ ഒരു പാക്കിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ മുറ്റം എല്ലാം തൂത്ത് കഴിഞ്ഞ് വേസ്റ്റ് കരിയിലെല്ലാം വാരി വീടിൻ്റെ ബാക്ക് സൈഡിൽ കൊണ്ടിട്ടു. പിന്നെ കിളികൾക്കൊക്കെ ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് ഇന്നലെ മഴയായിരുന്നെങ്കിലും ഇന്ന് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വെയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കിളികൾക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഇന്ന് അടിപൊളി ഒരു റെസിപ്പി കാണിക്കുന്നുണ്ട്, ചാള പുഴുങ്ങിയതിൻ്റെ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാന്താരിയും ഒക്കെ പച്ചമുളകും ഒക്കെ പറിച്ച് രാവിലെ തന്നെ അങ്ങ് വെക്കുന്നുണ്ട്. അപ്പോൾ ചാള ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു, ഇന്നലെ വാങ്ങിയതിൻ്റെ ചാള ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് നമ്മൾ ചാള പുഴുങ്ങിയത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും കാന്താരിയും പച്ചമുളകും ഒക്കെ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഒരുപാടൊന്നും ഇല്ലായിരുന്നു, എന്നും പറിച്ചെടുക്കുന്നതുകൊണ്ട് ഒരുപാടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ മീനെടുത്ത് വെളിയിൽ വെച്ചു, ഐസ് പോകാനായിട്ട് മീനെടുത്ത് വെളിയിൽ വെച്ചപ്പോഴത്തേക്ക് കാശി മീനിലിങ്ങനെ ഐസിൽ തൊട്ട് നോക്കിയതാണ്. അപ്പോൾ കുറേ ചാളയും ഒരു അയലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെളിയിൽ വെച്ചു. പിന്നെ ഞാൻ വീടിൻ്റെ അകമൊക്കെ തൂക്കുന്നുണ്ട്, സിറ്റൗട്ടും തൂക്കുന്നുണ്ട്, വീടിൻ്റെ എല്ലാ സൈഡും തൂക്കുന്നു. അപ്പോൾ ഞാൻ മിക്കപ്പോഴും മുറ്റം തൂക്കുന്ന വീഡിയോ അല്ലേ ഡേ ഇൻ മൈ ലൈഫിൽ കാണിക്കുന്നത്, വീടിൻ്റെ അകം തൂക്കുന്ന അങ്ങനെ ഞാൻ കാണിക്കാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഹാളിലൊക്കെ നല്ല പൊടിയൊക്കെ കാണും, അത്യാവശ്യം നല്ല പൊടികളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ തൂത്ത് വൃത്തിയാക്കി ഇടുന്നുണ്ട്. അപ്പോൾ സിറ്റ് ഔട്ട് ആദ്യമേ തൂത്തിട്ട് പിന്നെ ഹാളിൽ തൂക്കുന്നുണ്ട്. പിന്നെ ഓരോ ബെഡ്റൂമൊക്കെ തൂത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്റ്റാൻഡ് എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാനുള്ള പാടുകൊണ്ട് ഞാൻ പിന്നെ അവിടെ റൂമുകളൊന്നും തൂക്കുന്ന വീഡിയോ എടുത്തില്ല.
പിന്നെ ഇത് ഈ ഒരു ഡൈനിങ് ടേബിളൊക്കെ കിടക്കുന്ന ആ ഒരു റൂമും തൂക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്നെല്ലാം തൂത്തുകൊണ്ട് വരുന്നുണ്ട്, അടുക്കളയൊക്കെ തൂത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കാശി പിന്നെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ മുറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞിട്ട് കാശിയെ കുളിപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീടിനകമൊക്കെ തൂക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. സിറ്റ് ഔട്ടും തൂത്ത് വൃത്തിയാക്കി. ഇന്നിനിയിപ്പോൾ മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. പക്ഷേ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ രാവിലെ ഞാൻ പഴങ്കഞ്ഞിയാണ് കുടിക്കുന്നത്. അപ്പോൾ തലേന്നത്തെ മീൻകറിയല്ല, രസവും പിന്നെ തൈരോ അങ്ങനെ തൈര് ചീനി ഉണ്ടായിരുന്നു, പിന്നെ കാന്താരി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ആയിട്ട് പഴങ്കഞ്ഞി ഒഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴങ്കഞ്ഞി കഴിക്കാനായിട്ടും. അങ്ങനെ ആ പഴങ്കഞ്ഞിയൊക്കെയാണ് രാവിലെ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇതേ മീൻ വൃത്തിയാക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ കുറേ നാളായിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചാളമീനാണോ മത്തിയാണോ, എന്തായാലും ചാളയും മത്തി ഏകദേശം ഒരേപോലെ ഇരിക്കുമല്ലേ. ചിലയിടത്ത് ഈ ചാളയും മത്തി എന്നാണ് പറയുന്നത്, ചിലയിടത്ത് തിരിച്ചുമാണ് പറയുന്നത്, മത്തിയെ ചാളയെന്ന് പറയും. അപ്പോൾ എന്തായാലും വീഡിയോയിൽ കാണിക്കണമെന്ന് ഇങ്ങനെ കുറേ നാളായിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് മീൻ വൃത്തിയാക്കുന്ന കാണിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഇങ്ങനെ കമൻറ്റ് വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചതാണ്. അപ്പോൾ ആദ്യമേ കത്രിക വെച്ചിട്ടാണ് ഞാൻ വൃത്തിയാക്കുന്നത്. അപ്പോൾ ചെതുമ്പലൊക്കെ വൃത്തിയാക്കിയിട്ട് ഒരു സൈഡിലുള്ള ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ആ ഒരു വാല് ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ ഇതേപോലെ തലയോട് കൂടിയിട്ടാണ് മീൻ കണ്ടിച്ചെടുക്കുന്നത്. അപ്പം മീൻ വറുക്കാനും ഇതേപോലെയാണ് കണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ പുഴുങ്ങാനും തലയിരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ കറി വെക്കാനാണെങ്കിൽ തല വെട്ടിക്കളഞ്ഞിട്ട് ആ ഒരു മീൻ മാത്രം എടുത്താൽ മതി. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ മീനൊക്കെ വൃത്തിയാക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് വൃത്തിയാക്കുന്നത്. അപ്പം ഞാൻ ഫോൺ വെച്ചത് കുറച്ച് ഇങ്ങോട്ടായിപ്പോയി, അതുകൊണ്ടാണ് കറക്റ്റ് ആ ഒരു കട്ട് ചെയ്യുന്ന ഭാഗം കറക്റ്റായിട്ട് കിട്ടാത്തത്. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴാണ് കറക്റ്റായിട്ട് മീൻ വെട്ടുന്ന വീഡിയോ സൈഡിലോട്ടങ്ങ് ആയിപ്പോയതായിട്ട് കണ്ടത്. എന്നാലും കുറച്ചൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതേപോലെയാണ് കേട്ടോ. ആദ്യമേ ആ ഒരു ചെതുമ്പലെല്ലാം കളഞ്ഞിട്ട് പിന്നെ മീനിൻ്റെ ആ സൈഡിലെ ഭാഗങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് വാല് മുറിച്ച് കളഞ്ഞിട്ട് ആ ഒരു തല ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തങ്ങ് എടുത്താൽ മതി. അപ്പോൾ ചാള പുഴുങ്ങുന്നതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷോർട്ട് വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്, ലോങ് വീഡിയോയിലും ചെയ്തു എന്ന് തോന്നുന്നു. കുറേ നാൾ മുന്നെയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ അയല ചാളയും കൂടെ മേടിച്ച ദിവസം അയലയും ഒരെണ്ണം ഇതേപോലെ മാറ്റി വെച്ചിരുന്നു, പിന്നെ കുറച്ച് ചാളയും കൂടെ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അയലയൊന്നും ഇന്ന് എടുക്കുന്നില്ല, അയലയൊന്നും പുഴുങ്ങാനായിട്ട് കൊള്ളത്തില്ലെന്ന് തോന്നുന്നു, അങ്ങനെ പുഴുങ്ങിയിട്ടില്ല. ഏറ്റവും നല്ലത് ഇതേപോലെ ചാള പുഴുങ്ങുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ മീനെല്ലാം വൃത്തിയാക്കി കളഞ്ഞിട്ട് പിന്നെ ഒന്ന് വെളിയിൽ ഇട്ട് തന്നെയാണ് ഒന്ന് കഴുകുന്നത്. അന്ന് ആദ്യമേ കഴുകി എടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് ആദ്യത്തെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള വേസ്റ്റ് എല്ലാം കഴുകി കളഞ്ഞിട്ട് പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ആ ഒരു ചട്ടിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകും. എന്നിട്ട് പിന്നെ 1-2 വെള്ളം കഴുകിയിട്ടാണ് അകത്തോട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് പുഴുങ്ങാനായതുകൊണ്ട് ഒന്ന് വരയുന്നത് നല്ലതാണ്. നമ്മൾ മീൻ വറുക്കാനായിട്ട് വരയുമല്ലോ, അപ്പോൾ അതേ കണക്ക് ഒന്ന് വരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. ഇതിലിടുന്ന മുളകൊക്കെ നന്നായിട്ട് മീനിലോട്ട് പിടിക്കാനായിട്ട് ഇതേപോലെ ഇങ്ങനെ വരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഓരോ മീനും ഒന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് ചെതുമ്പലൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഇരിക്കുമല്ലോ, നമ്മൾ എല്ലാ മീനും കൂടെ ആക്കിയെടുക്കുമ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ ചെതുമ്പലിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി മീനൊന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അയല മീൻ അങ്ങ് ഫ്രിഡ്ജിൽ തന്നെ മാറ്റി വെച്ചു. ചാള മാത്രമേ എടുക്കുന്നുള്ളൂ, പുഴുങ്ങാനായിട്ട് ചാള മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വരഞ്ഞ് മാറ്റിയെടുത്തിട്ട് അപ്പോൾ മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അയല മീൻ അങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ബാക്കി ചാള മീനിൽ എങ്ങനെയാണ് പുഴുങ്ങുന്നതിന് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യമേ കുറച്ച് പുളി എടുത്തിട്ട് ഈ മീനിൽ എത്രത്തോളം പുളി വേണം, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. അതെടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ പുളി എല്ലാം ഒന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള എടുത്താൽ മതി, പക്ഷേ ഏറ്റവും നല്ലത് ചെറിയ ഉള്ളി തന്നെ എടുക്കുന്നതാണ്. അതാണ് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി ഇടുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് തോനെ എടുക്കുന്നുണ്ട്. പിന്നെ രാവിലെ കാന്താരി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ കാന്താരി ഒരുപാടൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു, ഒരു 5-6 കാന്താരിയെ കിട്ടിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എരി ബാലൻസ് ചെയ്യാനായിട്ട് ബാക്കി വറ്റൽമുളകും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പച്ചമുളകേ ഉള്ളെങ്കിൽ അതിടാം, അല്ലെങ്കിൽ പിന്നെ ഉണ്ടമുളകൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം. അപ്പോൾ ഉണ്ടമുളകൊക്കെ ഇട്ടാൽ വേറെ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉള്ളിയെല്ലാം ഇതാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ അവിടെ എല്ലാം ഒന്ന് തുടച്ചിട്ട്, അപ്പോൾ കാശി അവിടെ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ അതാണ് കാശിയുടെ കൈ കാണുന്നത്.
അപ്പോൾ ഇത് എല്ലാം റെഡിയാക്കി എടുത്തു. ഇനിയിപ്പോൾ ചട്ടിയിലോട്ട് മീൻ ഇട്ടു. അതിലേക്ക് പിന്നെ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി വേണേൽ രണ്ടായിട്ട് ഇങ്ങനെ കീറിയിടാം. ഇതിപ്പോൾ ഞാൻ അതോടുകൂടി തന്നെ കീറാതെ തന്നെ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ വറ്റൽമുളക് ഇതേപോലെ ഒന്ന് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാന്താരിയുടെ ആ ഒരു മേൽഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലേ ആ എരിവ് പുറത്തോട്ട് വന്ന് മീനിലോട്ടൊക്കെ പിടിക്കത്തുള്ളൂ. അപ്പോൾ കാന്താരി ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോയിൽ കിട്ടിയില്ല. അപ്പോൾ മീനിന് എത്രത്തോളം ഉപ്പ് വേണോ അത്രയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ പുളിവെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഈ ഒരു പുളിവെള്ളത്തിൽ കിടന്നിട്ടാണ് ഈ മീൻ വേവുന്നത്. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പുളിവെള്ളം മൊത്തം വറ്റിച്ചെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് വെള്ളം വെച്ചിരുന്നിട്ട് അത് കണക്കെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. അപ്പോൾ വെളിയിൽ അടുപ്പിലിട്ടിട്ടാണ് മീൻ പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ മീനൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വെള്ളം മൊത്തം വറ്റിച്ചാണ് എടുക്കുന്നത്. ചിലപ്പോഴൊക്കെ കുറച്ച് വെള്ളത്തോടു കൂടി തന്നെയാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ചീനിയുടെ കൂടെയാണ് കഴിക്കുന്നത്. ചോറിൻ്റെ കൂടെ ഒന്നും അല്ല, ചീനിയുടെ കൂടെ തന്നെ. നമ്മൾ ചീനി ഇങ്ങനെ മഞ്ഞളിട്ട് പുരട്ടി എടുക്കത്തില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇത് കഴിക്കേണ്ടത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചീനിയും മീനും കൂടെ കഴിക്കാനായിട്ട് എടുത്തതാണ്. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കാശിയും ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. കാശി അങ്ങനെ ഉച്ച കഴിഞ്ഞ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ തുണി കഴുകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ തലേ ദിവസം മഴയായതുകൊണ്ട് തന്നെ അന്ന് തുണി കഴുകാനും ഒന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ തുണികളൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒരുപാടൊന്നും കാണിക്കുന്നില്ല, മിക്കപ്പോഴും വീഡിയോസിൽ കാണിക്കുന്നില്ല. അപ്പോൾ കുറേ വീഡിയോ ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ ഫോൺ വെച്ചേക്കുമ്പോൾ പിന്നെ ഒരുപാട് വീഡിയോ ആവുമല്ലോ, തുണി കഴുകുന്നതായാലും എന്തായാലും. അപ്പോൾ അത് പിന്നെ എഡിറ്റ് ചെയ്തപ്പോൾ പിന്നെ കുറേ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ തുണികളെല്ലാം കഴുകി കഴിഞ്ഞ് പിന്നെ പഞ്ചായത്തിലെ പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ മിക്കപ്പോഴും തുണി കഴുകുമ്പം പൈപ്പിൽ വെള്ളം കാണും. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ ഈ വെള്ളത്തിൽ കൊണ്ടിട്ട് അങ്ങ് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തുണിയിൽ വെള്ളമെല്ലാം മാറ്റി കഴുകുന്നതും കുറച്ചേ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. എല്ലാം കൂടി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വീഡിയോയിലൊന്ന് ജസ്റ്റ് കാണിച്ചു പോകുന്നേ ഉള്ളൂ. പിന്നെ ഡ്രസ്സുകളെല്ലാം ഞാൻ നൂത്തിട്ടായിരുന്നു, അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ അതേ കാശിയുടെയൊക്കെ തോന്നിയ തുണികൾ കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ 5 മണിയല്ല, ഒരു 4:30 ആയപ്പോഴത്തേക്കാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ ഒരു ഫേസ് പാക്കും ഇടാമെന്ന് വിചാരിച്ചു. എന്തായാലും ഹെയർ പാക്ക് ഇടുന്നുണ്ടല്ലോ, അപ്പോൾ ഹെയർ പാക്ക് എന്തായാലും ഒരു മണിക്കൂറോളമൊക്കെ മുടിയിൽ വെച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫേസ് പാക്കും കൂടി ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫേസ് പാക്ക് മാക്സിമം ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ബീട്രൂട്ടിൻ്റെ പൗഡർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതാണ് ഫേസ് പാക്ക് ആക്കുന്നത്. അപ്പോൾ അത് സിമ്പിളായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പോൾ അത് ആക്കി വെച്ചിട്ട് ഞാൻ പിന്നെ മുടിയിൽ എണ്ണ തേക്കുന്നുണ്ട്. അപ്പോൾ ഹെയർ പാക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് എണ്ണ മുടിയിൽ തേക്കുന്നത് നല്ലതാണ്. അതുപോലെ ഞാൻ ഇപ്പോൾ ഇന്ന് മുട്ടയുടെ ഹെയർ പാക്കാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ നേരത്തെ കൂട്ടി തന്നെ മുടിയിൽ തേക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ മുടി ഇങ്ങനെ മൊത്തത്തിൽ ഉടക്കെല്ലാം കളഞ്ഞ് എണ്ണ തേക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്കിൻ്റെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ ഒരു വരണ്ട് കിടക്കുന്ന മുടിയാണെങ്കിൽ അതൊക്കെ മാറി ഒന്ന് സ്മൂത്ത് ആവാനും പിന്നെ ഉള്ള മുടി ഒന്ന് ഡബിളായിട്ട് തോന്നിക്കാനും ഒക്കെ നല്ലൊരു പാക്കാണ്. അപ്പോൾ മുടിയിൽ എണ്ണയെല്ലാം തേച്ച് കഴിഞ്ഞ് ഇതേപോലെ ഒന്ന് കെട്ടി വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പാക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു മുട്ട എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഏത് എണ്ണയാണോ തലയിൽ തേക്കുന്നത്, ഇപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണയോ കാച്ചിയ എണ്ണയാണെങ്കിൽ അതൊക്കെ എടുക്കാം. അതൊരു സ്പൂൺ വേണം. പിന്നെ നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴമാണ് എടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഏത്തപ്പഴം അരിഞ്ഞിട്ടു. പിന്നെ മുട്ടയും പിന്നെ ഒരു സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. നമുക്ക് എത്രയോ മുടിയുണ്ട് അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് മാറ്റി കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം. അപ്പോൾ പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് മാസത്തിൽ 1 തവണ 2 തവണയൊക്കെ യൂസ് ചെയ്യാം. ആഴ്ചയിൽ 1 തവണയൊന്നും ഹെയർ പാക്ക് ഇടണ്ട. എപ്പോഴും ഇട്ട് കഴിഞ്ഞാൽ മുടി ഡാമേജ് ആവാനും മുടി ഒഴിച്ചിലൊക്കെ കൂടത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ആവശ്യത്തിന് മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ മാസത്തിൽ 1-2 തവണ ഇത് ഹെയർ പാക്ക് ആണെങ്കിലും ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ മുടിയുടെ ഉടക്കെല്ലാം കളഞ്ഞ് എണ്ണയൊക്കെ തേച്ച് ഇട്ടിരുന്നതാണല്ലോ. എന്നിട്ട് മുടി ഇങ്ങനെ പാർട്ടായിട്ട് ഹെയർ പാക്ക് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ ആ സ്കാൽപ്പിലൊന്നും ആയിന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഭയങ്കര കെമിക്കലായിട്ടുള്ള ഒന്നും ഇല്ലല്ലോ. മുട്ടയും ഏത്തപ്പഴവും പിന്നെ നമ്മൾ തേക്കുന്ന എണ്ണയും കൂടെ അല്ല ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്കാൽപ്പിലൊന്നും ആവുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഏത് പാക്ക് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ അതിന് ശേഷം ഷാമ്പുവും കണ്ടീഷണറും ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി കളയണം. ഈ ഒരു പാക്കിൻ്റെ ഒന്നും നമ്മുടെ ഹെയറിൽ കാണാനായിട്ട് പാടില്ല, നന്നായിട്ട് കഴുകി കളയണം.
എന്നിട്ട് മുടി ഞാൻ ഇതേപോലെ ഒന്ന് കെട്ടി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ബാലൻസ് വന്ന ആ ഒരു ഹെയർ പാക്ക് ആ ഒരു മൊത്തത്തിൽ തേക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 1 മണിക്കൂറോളം മുടിയിൽ വെച്ചിരുന്നാൽ മതി. 1 മണിക്കൂറിൽ കൂടുതലൊന്നും വെക്കുക വേണ്ട. മാക്സിമം ഒരു 1 മണിക്കൂർ വെച്ചിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ ആക്കി വെച്ചിരുന്ന ആ ഫേസ് പാക്കും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങിടുമ്പോഴത്തേക്ക് പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ. രാവിലെ മുറ്റമൊക്കെ തൂത്തതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് തുണിയെല്ലാം കഴുകിയതുകൊണ്ട് വൈകിട്ട് ഒരുപാട് ജോലിയൊന്നുമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിട്ടതാണ്. അപ്പോൾ പാക്ക് 1 മണിക്കൂർ മുടിയിൽ വെച്ചതിന് ശേഷം ഈ ഒരു ലോറിയലിൻ്റെ ഷാമ്പുവും കണ്ടീഷണറും ഇട്ടാണ് കഴുകി കളയുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ പാക്ക് ഇട്ടതിന് ശേഷമുള്ള മുടി എങ്ങനെയാണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. നല്ല റിസൾട്ടുള്ളൊരു ഹെയർ പാക്കാണ്. വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.